In this class, we will discuss oscillations. The last class we started the topic oscillations, okay, and we derived the differential equation for simple harmonic oscillation. We defined simple harmonic oscillation and then we defined periodic motion, period, okay, and we derived the differential equation for simple harmonic motion and we derived an expression for displacement of simple harmonic oscillation. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരുന്നത് ലാസ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണ്? സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡെഫിനേഷൻ പറഞ്ഞത്. സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് എഫ് ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. എഫ് ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് and differential equation for simple harmonic motion is d square x by dt square plus omega square x is equal to 0, where omega is root k by m. Okay, m is the mass of the particle. M is mass of particle. ആരാണോ ഈ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന പാർട്ടിക്കിൾ അയാളുടെ മാസ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ, that is x of t is equal to a sin omega t plus phi. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. ഓക്കെ, I hope it is clear. Now we will explain the equation x of t. X of t equal to a sin omega t plus phi. What is x of t? It is displacement at time t. t സമയത്തുള്ള ഡിസ്പ്ലേസ്മെന്റ്, പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഫ്രം എവിടുന്ന്? ഇക്വിലിബ്രിയം പൊസിഷൻ. എന്താണ് ഇക്വിലിബ്രിയം എന്നൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇക്വിലിബ്രിയം പൊസിഷൻ മീൻസ് ദ പൊസിഷൻ അറ്റ് വിച്ച് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സിസ്റ്റം ഈസ് സീറോ. ഏത് സ്ഥലത്താണോ ആ സിസ്റ്റത്തിലെ ഫോഴ്സ് സീറോ ആവുന്നത് അതിനെയാണ് ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞ ദിവസം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. Now A, what is A? A is known as amplitude. എന്താണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ? It is the maximum value of displacement. Maximum value of displacement. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിൽ പാർട്ടിക്കിൾ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് പോകുന്ന മാക്സിമം വാല്യൂ ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കും. ആംപ്ലിറ്റ്യൂഡ് എന്ന്. ഇനി ആ ടൈമിലുള്ളത് എന്താണ്? ഒമേഗ ടി പ്ലസ് 5. ഒമേഗ ടി പ്ലസ് 5. നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ, ഹലോ, ആരാണ് ഡൈനാമിക്സ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ജോയിൻ ചെയ്ത ആരാ? ഹലോ, ഇപ്പൊ ജോയിൻ ചെയ്ത ആരാടോ? ഡോക്ടർ ഡൈനാമിക്സ് എന്ന് പറയുന്ന ഐഡിയിൽ ഇപ്പൊ ജോയിൻ ചെയ്തത് ആരാ? ഹലോ ഹലോ, നിങ്ങൾക്ക് ഒഫീഷ്യൽ മെയിൽ ഐ ഡി തന്നിരിക്കുന്നത് ഇങ്ങനത്തെ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാനാണ്. ഓക്കെ, നിങ്ങൾ ഒഫീഷ്യൽ മെയിൽ ഐ ഡിന്ന് കയറുക. ഒമേഗ ടി പ്ലസ് 5. എന്താണ് ഒമേഗ ടി പ്ലസ് 5 എന്ന് പറഞ്ഞാൽ? ഒമേഗ ടി പ്ലസ് 5, ഇറ്റ് ഈസ് കോൾഡ് ഫേസ്. ഇറ്റ് ഈസ് കോൾഡ് ഫേസ്.
phase determines the displacement, the value of displacement at a time t. Value of displacement at a time t. ഈ സമയത്ത് എത്ര ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട് എന്ന് തീരുമാനിക്കുന്നത് ആ ഫേസ് ആണ്. ഞാൻ അത് ക്ലിയർ ആക്കാം, ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ക്ലിയർ ആവും. ഓക്കെ, ഈ സമയത്ത് എത്ര ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ഫേസ് എന്ന് പറയുന്നത്. ഫൈ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ഫേസ് ആണ്. എന്താണ് ഇനീഷ്യൽ ഫേസ് എന്ന് പറഞ്ഞാൽ? ഫേസ് അറ്റ് t equal to 0. Phase at t equal to 0. Omega is what is omega? It is called angular frequency. It is called angular frequency of oscillation. Once you have omega, frequency nu is omega by 2 pi is frequency of oscillation. ഇതൊക്കെ എന്താണെന്നുള്ളത് ഞാൻ പറയാം. ടൈം പീരീഡ് എന്ന് പറയുന്ന ടി ഈസ് 2 pi by omega is time period of oscillation. Time period of oscillation. ഇതൊക്കെ വെച്ച് പ്രോബ്ലം ചോദിക്കും, അതുകൊണ്ട് ഈ ടേംസ് ഒക്കെ ഫെമിലിയർ ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് കേൾക്കാമോ? ഹലോ, ഓക്കെ. അപ്പൊ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു സ്പ്രിങ് ഉണ്ട് നിങ്ങളുടെ കയ്യിൽ. സ്പ്രിങ്ങിന്റെ അറ്റത്ത് ഒരു മാസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സ്പ്രിങ്ങിന്റെ ഒരു എൻഡ് ഭിത്തിയിൽ ഫിക്സ് ചെയ്തിരിക്കുന്നു. സ്പ്രിങ്ങിന്റെ മറ്റേ എൻഡിൽ ഒരു മാസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഓക്കെ, സ്പ്രിങ്ങിന്റെ ഒരു എൻഡ് ഭിത്തിയിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നു, മറ്റേ എൻഡിൽ ഒരു മാസ് ഉണ്ട് എം. ഈ സ്പ്രിങ്ങിനെ ഞാൻ ഒന്ന് സ്ട്രെച്ച് ചെയ്തു. എത്ര ദൂരം സ്ട്രെച്ച് ചെയ്തു? എക്സ്. എന്നിട്ട് ലീവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്പ്രിങ് കംപ്രസ് ചെയ്യാനായിട്ട്, ഇപ്പൊ ഞാൻ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇതിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഇത് തിരിച്ച് റീസ്റ്റോർ ചെയ്യാൻ ശ്രമിച്ചാൽ ഇവിടെ വന്നാൽ നിൽക്കാൻ പറ്റില്ല. ഇവിടെ വന്നാൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയി കുറച്ച് കംപ്രസ് ചെയ്യും, പിന്നെ ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിന് സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഒരു സ്പ്രിങ് അറ്റത്തൊരു മാസ് ഒരു ടേബിളിൽ വെച്ചു, ഈ മാസിനെ കുറച്ചു ദൂരം വലിച്ചിട്ട് കൈ വിട്ട് കഴിഞ്ഞാൽ പിന്നീട് കാണാൻ പോകുന്ന കാര്യം, ഈ മാസ് തിരിച്ച് ഇങ്ങനെ പോകും. ഇവിടെ എത്തിയിട്ട് അവിടെ പഴയ സ്ഥലത്ത് നിൽക്കില്ല, ഇത് ഓപ്പോസിറ്റ് ക്രോസ് ചെയ്ത് പോകും. അപ്പോഴേക്കും സ്പ്രിങ് കുറച്ച് കംപ്രസ് ചെയ്യും. ആ സ്പ്രിങ് വീണ്ടും തിരിച്ച് ആവാൻ ശ്രമിക്കും. അപ്പൊ അത് വീണ്ടും സെന്റർ പൊസിഷൻ കടന്ന് ഇപ്പുറത്തേക്ക് വരും. സ്പ്രിങ് വീണ്ടും സ്ട്രെച്ച് ആയി. അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, സ്പ്രിങ് കംപ്രസ് ചെയ്യുക, സ്ട്രെച്ച് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ് മീൻസ് ദർ ഈസ് ആൻ ഓസിലേഷൻ. അതിൽ ഏതെങ്കിലും ഒരു ഇന്റർമീഡിയറ്റ് ടൈമിലുള്ള അവസ്ഥയാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. ഇത് ഇക്വിലിബ്രിയം പൊസിഷൻ, സെന്റർ പൊസിഷൻ ആണ് ഇക്വിലിബ്രിയം പൊസിഷൻ, ഇക്വിലിബ്രിയം. ഇത് പൊസിഷൻ അറ്റ് ടൈം ടി, അറ്റ് ടൈം ടി. ഓക്കെ, അപ്പൊ ഇക്വിലിബ്രിയം പൊസിഷനിലാണ് ടി ഈക്വൽ ടു 0 എന്ന് വിചാരിക്കുക. ഇക്വിലിബ്രിയം പൊസിഷനിലാണ് ടി ഈക്വൽ ടു 0. ടി സമയം കഴിഞ്ഞപ്പോഴേക്ക് ഈ ഒരു പൊസിഷനിലാണ് നിൽക്കുന്നതെങ്കിൽ എനിക്ക് ഇതിന്റെ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി. പ്ലസ് 5 ഞാൻ ഇടില്ല അവിടെ. എന്തുകൊണ്ടാണ് പ്ലസ് 5 ഞാൻ ഇടാത്തത്? ടി 0 എക്സ് 0 ആണ്. എക്സ് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം പൊസിഷൻ എന്നുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഈ വരച്ച ഫിഗർ പ്രകാരം ടി 0 ഈ മാസ് നിൽക്കുന്ന ഇക്വിലിബ്രിയം പൊസിഷനിലാണ്. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും അത് കിട്ടണമെങ്കിൽ ടി 0 കൊടുക്കുമ്പോൾ സൈൻ 0 0 ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ടി 0 ആകുമ്പോൾ സൈൻ 0 0 ആണ്. അപ്പൊ എ ഇൻറ്റു 0 0 എന്ന് പറയും. അതേസമയം നിങ്ങൾ ഇവിടെ പ്ലസ് ഒരു 5 ഇട്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് എക്സ് ഓഫ് ടിക്ക് 0 വാല്യൂ കിട്ടില്ല വെൻ ടി ഈക്വൽ ടു 0. അപ്പോൾ സമയം 0 ആവുന്ന സമയത്ത് ബോഡി ഇക്വിലിബ്രിയം പൊസിഷനിലാണെങ്കിൽ നിങ്ങളുടെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷനകത്തെ 5 0 ആയിരിക്കും. അപ്പൊ ഇവിടെ ഇനീഷ്യൽ ഫേസ് എത്രയാണ്? ഇനീഷ്യൽ ഫേസ് 5 ഈക്വൽ ടു 0 ആണ്. ബിക്കോസ്
at t equal to 0, x is equal to 0. ഓക്കെ, ഇനി ഞാൻ വേറൊരു ഫിഗർ വരച്ച് കാണിച്ചു തരാം. വേറൊരു ഫിഗർ വരയ്ക്കാം. ഇതാണ് ഇക്വിലിബ്രിയം പൊസിഷൻ. സ്പ്രിങ് ഇപ്പോൾ നിൽക്കുന്നത് എ സമയത്ത്, എ ദൂരത്താണ്. അതായത് സ്പ്രിങ് നിങ്ങൾ വലിച്ച് എ ഡിസ്റ്റൻസ് നീട്ടിയ സമയമാണ് സ്റ്റോപ്പ് വാച്ച് ഞെക്കാൻ പോകുന്നത്, ഓൺ ആക്കാൻ പോകുന്നത്. അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മാസ് ഇവിടെ എത്തി, എക്സ്, ഇത് ടി ഈക്വൽ ടു ടി ആയി. തുടക്കത്തിൽ നിങ്ങളുടെ സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്യുന്നതാണ് T0 എന്ന് പറയുന്നത്. അല്ലാതെ ഇപ്പൊ T0 ആക്കാനായിട്ട് ആരും അവിടെ ഇല്ല. ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങളാണ്. നിങ്ങളൊരു എക്സ്പെരിമെന്റ് പെർഫോം ചെയ്യുന്നു. നിങ്ങൾ എക്സ്പെരിമെന്റ് പെർഫോം ചെയ്യുന്ന സമയത്ത് ഇക്വിലിബ്രിയം പൊസിഷനിൽ നിൽക്കുന്ന സമയത്ത് സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്യാം, എന്നിട്ട് ഓസിലേഷൻസ് കൗണ്ട് ചെയ്യാം. അല്ലെങ്കിൽ ഒരു എൻഡിൽ നിൽക്കുന്ന സമയത്ത് സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്യാം. ഒരു എൻഡിൽ നിൽക്കുന്ന സമയത്താണ് സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്യുന്നതെങ്കിൽ എക്സ് ഓഫ് ടി ഈക്വൽ ടു നിങ്ങൾ ഇങ്ങനെ എഴുതേണ്ടി വരും, എ സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2. അവിടെ ഫേസ് എത്രയാണ്? ഇനീഷ്യൽ ഫേസ് എത്രയാണ്? പൈ ബൈ 2 ആണ്. എന്താ കാരണം? T0 കൊടുത്താൽ സൈൻ പൈ ബൈ 2 1 ആവും, എക്സ് ഈക്വൽ ടു എ എന്ന് കിട്ടും. അതായത് T0 ആവുമ്പോൾ ഇവിടെ ഇക്വിലിബ്രിയം പൊസിഷൻ എന്നുള്ള ഡിസ്പ്ലേസ്മെന്റ് എ ആണ്. അത് ശരിയാവണമെങ്കിൽ ഫൈയുടെ സ്ഥാനത്ത് പൈ ബൈ 2 കൊടുക്കണം. ഇപ്പൊ ഇവിടെ ഇനീഷ്യൽ ഫേസ് പൈ ബൈ 2 ആണ് ഈ രണ്ടാമത്തെ കേസിൽ. ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ എന്താ ഇനീഷ്യൽ ഫേസ് എന്ന്? ഹലോ, ക്ലിയർ ആണോ? ഹലോ, ഇനീഷ്യൽ ഫേസ് എന്ന് ഉദ്ദേശിക്കുന്നത് ടി ഈക്വൽ ടു 0 ആയിരിക്കുമ്പോൾ നിങ്ങളൊരു ഓസിലേഷൻ എവിടെ നിന്നാണ് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതനുസരിച്ചാണ്. T0 നിങ്ങളുടെ കൺസിഡർ ചെയ്യുന്ന ഓസിലേഷനിൽ ബോഡി ഇക്വിലിബ്രിയം പൊസിഷനിലാണ് നിൽക്കുന്നതെങ്കിൽ, T0 ബോഡി ഇക്വിലിബ്രിയം പൊസിഷനിലാണെങ്കിൽ ഇനീഷ്യൽ ഫേസ് 0 ആണ്. T0 ആകുന്ന സമയത്ത് ബോഡി എൻഡിലാണെങ്കിൽ, എക്സ്ട്രീം പൊസിഷനിലാണെങ്കിൽ, ഇക്വിലിബ്രിയം പൊസിഷൻ അല്ല, അതിന് പകരം എക്സ്ട്രീം പൊസിഷനിലാണെങ്കിൽ then the initial phase will be pi by 2. ഞാൻ ഇതൊരു സൈൻ കർവ് ആണല്ലോ, എ സൈൻ ഒമേഗ ടി എന്നാണ്. അപ്പൊ ഒരു സൈൻ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് ഗ്രാഫ് വരിക. Okay, this is the graph of x of t equal to a sin omega t. ഇതാണ് എ സൈൻ ഒമേഗ ടിയുടെ ഗ്രാഫ്. അങ്ങനെയാണ് എ സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2ന്റെ ഗ്രാഫ് എന്തായിരിക്കും? ഇതായിരിക്കും എ സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. പ്ലസ് പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം T0 ആകുന്ന സമയത്ത് മാക്സിമം. It is again a sinusoidal curve, but there is an initial phase. So this is the graph of a sin omega t plus pi by 2. ഈ ഹൈറ്റ് ആണ് എ. ഇവിടെ T0 കൊടുത്താൽ ആദ്യത്തെ സമയത്ത് 0 ആണെങ്കിൽ, ഇവിടെ T0 കൊടുത്താൽ തുടക്കത്തിൽ മാക്സിമം ആണ് വാല്യൂ. മനസ്സിലാവുന്നുണ്ടോ? ഈ വാല്യൂ എത്ര ആയിരിക്കും എന്ന് പറയാം ആർക്കെങ്കിലും? ഇത് ടി എത്ര ആയിരിക്കും എന്ന് പറയാം ആർക്കെങ്കിലും? ഈ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിന്റെ ടി പറയാമോ? ഈ ഒരു പോയിന്റിന്റെ ടി പറയാമോ? ഈക്വേഷൻ നോക്കിയിട്ട് സമയം എത്രയാവുമ്പോഴാണ് ഈ എക്സ് ഓഫ് ടി എ ആവുക? എക്സ് ഓഫ് ടി എ ആവണമെങ്കിൽ സൈൻ ഒമേഗ ടി എത്രയാവണം? 1 ആവണം. ആണോ? സൈൻ ഒമേഗ ടി 1 ആവുക. ഒമേഗ ടി എത്ര ആവുമ്പോഴാണ്?
π/2 ആവുമ്പോൾ. അപ്പൊ t ഈക്വൽ ടു എത്ര ആയിരിക്കും? π/2 ഒമേഗ. ഈ സമയം എത്ര ആയിരിക്കും? π/ω. ഈ സമയം എത്ര ആയിരിക്കും? 2π/ω. ക്ലിയർ ആണോ പറയണ? ഹലോ, ഇപ്പൊ പറഞ്ഞത് മനസ്സിലായോ? ഹലോ, ഹലോ, നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ ഇല്ലയോ? എന്നാ അത് ഞാൻ ആദ്യം ചോദിച്ചപ്പോൾ മനസ്സിലായില്ലായിരുന്നോ? ആ ചോദിക്കുന്ന സമയത്ത് റെസ്പോണ്ട് ചെയ്തൂടെ നിങ്ങൾക്ക്? ഇവിടുത്തെ പറ, ഈ പൊസിഷൻ ഏതാ? സമയം എത്ര? ഈ പൊസിഷൻ ടി എത്ര? ഇവിടെ എക്സ് 0 ആണ്. എക്സ് 0 ആണ്, കാരണം ഈ ആക്സിസിലാണ് എക്സ്, വൈ ആക്സിസിൽ. ഈ പോയിന്റിൽ എക്സ് 0 ആണ് എന്ന് പറഞ്ഞാൽ സൈൻ ഒമേഗ ടി പ്ലസ് π/2 0 ആണ് എന്ന് പറഞ്ഞാൽ ഒമേഗ ടി പ്ലസ് π/2 എന്ന് പറയുന്നത് പൈ ആണ്. സൈൻ പൈ ആണ് 0 ആവുക, സൈൻ പൈ. അതിന്റെ അർത്ഥം ടി ഈസ് π/2 ഒമേഗ. ഈ ടി π/2 ഒമേഗ വന്നാൽ π/2 പ്ലസ് π/2 പൈ കിട്ടും. ഇവിടെ എത്തുമ്പോഴേക്ക് ദിസ് ഈസ് 2π/ω. സോ ഒരു ഓസിലേഷൻ എപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്തതിനകത്ത്? ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയം ഏതാണ്? ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇവിടം മുതൽ ഇവിടം വരെയാണ്. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ഇവിടം മുതൽ ഇവിടം വരെ. ദിസ് ഈസ് കോൾഡ് എ പീരിയഡ്. അതായത് ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് തുടങ്ങി ഒരു എൻഡിൽ പോലെ പോയി തിരിച്ചു വീണ്ടും ഇക്വിലിബ്രിയം പൊസിഷന് വന്നു, താഴത്തേക്ക് വന്നു, പുറത്തേക്ക് പോയി. ഇവിടെ നോക്കുക, ഇവിടുന്ന് കൈ വിട്ട് കഴിഞ്ഞാൽ ഇവിടെ എത്താൻ ഒരു ഓസിലേഷന്റെ 1/4 ആവുന്നുള്ളൂ. കഴിഞ്ഞ് ക്രോസ് ചെയ്ത് ഇവിടെ വരെ എത്തുമ്പോഴേക്കും ഓസിലേഷന്റെ പകുതിയായി. തിരിച്ച് ഇവിടെ എത്തുമ്പോഴേക്കും ഓസിലേഷന്റെ 1/4 ഭാഗമായി. തിരിച്ച് ഇവിടെ എത്തുമ്പോഴേക്കും ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യും. ഇനി ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ ഒരു എൻഡിലേക്ക് പോയി തിരിച്ചെത്തുമ്പോൾ പകുതി ആയിട്ടുള്ളൂ. ഇപ്പുറത്തെ എൻഡിൽ പോയി തിരിച്ചു വരുമ്പോഴാണ് ഫുൾ ആവുന്നത്. അപ്പൊ ഇക്വിലിബ്രിയം പൊസിഷൻ തുടങ്ങിയ ഒരു എൻഡിലേക്ക് മാക്സിമം വരെ പോകുന്നതാണ് ഇവിടം തൊട്ട് ഇവിടം വരെ. തിരിച്ച് വീണ്ടും ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് എത്തി, എന്നിട്ട് ഓപ്പോസിറ്റ് എൻഡിലേക്ക് പോയി മാക്സിമം വരെ തിരിച്ച് ഇക്വിലിബ്രിയം പൊസിഷനിൽ എത്തി. ഇവിടം വരെ എത്തുന്നതിനാണ് ഒരു ഓസിലേഷൻ എന്ന് വിളിക്കുക. ശരിയാണോ? ദിസ് ഈസ് ടൈം പീരീഡ്. അതിനെടുക്കുന്ന സമയത്തിനാണ് ടൈം പീരീഡ് എന്ന് വിളിക്കുക. ആൻഡ് ടൈം പീരീഡ് ഈസ് നത്തിങ് ബട്ട് 2π/ω. That means omega is 2π/t. ഇത് ഞാൻ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞിരുന്നു. T is 2π/ω, ടൈം പീരീഡ്. ഓക്കെ, ഒമേഗ is 2π/t. 1 ടൈം പീരീഡ് ആണ് ഫ്രീക്വൻസി. പീരിയോഡിക് മോഷനിൽ 1 ടൈം പീരീഡിനെയാണ് ഫ്രീക്വൻസി എന്ന് വിളിക്കുക. സോ ഒമേഗ is 2π/nu എന്ന് വിളിക്കുക. ഒമേഗ is 2π/nu. ഇപ്പോ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ SHM വിത്ത് ഡിഫറെന്റ് ആംപ്ലിറ്റ്യൂഡ്സ് ആണ് എഴുതുക. വിത്ത് ഡിഫറെന്റ് ആംപ്ലിറ്റ്യൂഡ്സ് എങ്ങനെയായിരിക്കും വരിക? ഡിഫറെന്റ് ആംപ്ലിറ്റ്യൂഡ് ഉള്ള SHM. ബാക്കിയൊന്നും മാറ്റമില്ല. അസ്യൂം phi equal to 0. അപ്പൊ x of t equal to എന്ത് വരും? a sin omega t പ്ലസ് phi എന്നാണ്. ഇതിലെ phi 0 എടുക്കുക. എന്നിട്ട് ഡിഫറെന്റ് ആംപ്ലിറ്റ്യൂഡ്സിന് പ്ലോട്ട് വരച്ചാൽ എങ്ങനെയായിരിക്കും വരിക? ഡിഫറെന്റ് ആംപ്ലിറ്റ്യൂഡ്സിന് പ്ലോട്ട് വരച്ചാൽ എങ്ങനെയായിരിക്കും വരിക? ആദ്യത്തേത് ഇങ്ങനെ വരണം. അടുത്തത് ഡിഫറെന്റ് ആംപ്ലിറ്റ്യൂഡ് ഉള്ള ഗ്രാഫുകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാ വരിക.
ഇത് ആംപ്ലിറ്റ്യൂഡ് വളരെ കുറവാണ്. എന്താണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. ഇത് ആംപ്ലിറ്റ്യൂഡ് എ ആണ്. ഇതിന്റെ ഇരട്ടി ആംപ്ലിറ്റ്യൂഡിലുള്ള അടുത്ത ഓസിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് ഡബിൾ ആയി, ഇപ്പൊ 2A ആയി. ഇതിനേക്കാൾ ആംപ്ലിറ്റ്യൂഡ് 4A ഉള്ള വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും. ഇതിനൊന്നും വേറെ ഒരു പാരാമീറ്ററും മാറിയിട്ടില്ല, ആകെ എന്ത് മാത്രമേ മാറിയിട്ടുള്ളൂ? ആംപ്ലിറ്റ്യൂഡ് മാത്രം. ദിസ് ഈസ് 4A. ഇതാണ് SHM വിത്ത് ഡിഫറെന്റ് ആംപ്ലിറ്റ്യൂഡ്. ഇതിൽ ആദ്യത്തേതിന് എന്തെഴുതാൻ എനിക്ക്? എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി. രണ്ടാമത്തേത് എന്തെഴുതാം? എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു 2A സൈൻ ഒമേഗ ടി. അടുത്ത എന്തെഴുതാം? എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു 4A സൈൻ ഒമേഗ ടി. സോ ആംപ്ലിറ്റ്യൂഡ് എന്ന് ഉദ്ദേശിക്കുന്നത് മാക്സിമം എത്ര വരെ പോകും എന്നുള്ളതാണ്. രണ്ട് സൈഡിലേക്കും എത്ര ദൂരം വരെ മാക്സിമം പോകും എന്നുള്ളതിനെയാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. ഇനി ഞാൻ SHM വിത്ത് ഡിഫറെന്റ് ഫ്രീക്വൻസീസ് ആണ്, വിത്ത് ഡിഫറെന്റ് ഫ്രീക്വൻസീസ്. ഓക്കെ, എല്ലാത്തിനും ആംപ്ലിറ്റ്യൂഡ് ഇവിടെ സെയിം ആക്കി വേണം വരയ്ക്കാൻ. ആംപ്ലിറ്റ്യൂഡ് എല്ലാത്തിനും സെയിം ആക്കി വേണം വരയ്ക്കാൻ. എന്ത് മാത്രം മാറാൻ പാടുള്ളൂ? ഫ്രീക്വൻസി മാത്രം. അപ്പൊ ആദ്യത്തേത് ഇങ്ങനെയാന്ന് വിചാരിക്കാം. ഇങ്ങനെയാണ് ആദ്യത്തേത്. അടുത്തത് കുറച്ചും കൂടെ ഫ്രീക്വൻസി കുറവുള്ളവർ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫ്രീക്വൻസി ഒമേഗ ആണെന്ന് വിചാരിക്കാം. ഇത് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി. ഇതാണെങ്കിൽ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ബൈ 2 ആയിരിക്കും. എന്തുകൊണ്ടാണ് ഒമേഗ ബൈ 2 ആവുന്നത്? ഈ ഒരു പൊസിഷൻ നേരത്തെ നമ്മൾ വരച്ചതനുസരിച്ച് നമ്മൾ പറഞ്ഞു ഇത് ടി ആണ്, ഇത് എക്സ് ആണെങ്കിൽ ഈ മാക്സിമം ആവുന്ന പൊസിഷൻ എന്ന് പറയുന്നത് പൈ ബൈ 2 ഒമേഗയാണ്. പൈ ബൈ 2 ഒമേഗ. അപ്പൊ ഇവിടെ ഒമേഗയുടെ വാല്യൂ നിങ്ങൾ എടുത്തിരിക്കുന്ന വാല്യൂവിനേക്കാൾ പകുതി ആവുക എന്ന് പറഞ്ഞാൽ അടുത്ത മാക്സിമം ആവുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇതിന്റെ ഇരട്ടിയുള്ള സ്ഥലത്തായിരിക്കും. ഈ ഉള്ള സ്ഥലത്തിന്റെ ഡബിൾ ആയ സ്ഥലത്താണ് ഇവിടുത്തെ മാക്സിമം വന്നത്. സോ ഒമേഗയുടെ വാല്യൂ യു ഉള്ളതിനേക്കാൾ ഡബിൾ ആയിട്ടുണ്ട്. എന്നാലാണ് ഇപ്പുറത്തേക്ക് വാല്യൂ, ഡിനോമിനേറ്ററിലുള്ള വാല്യൂ കുറഞ്ഞാലാണ് ടോട്ടൽ വാല്യൂ കൂടുക. ഓക്കെ, അപ്പൊ ഒമേഗയുടെ വാല്യൂ ഇവിടെ സപ്പോസ് 2 ആണെന്ന് എഴുതുക. അങ്ങനെയാണെങ്കിൽ ഇത് പൈ ബൈ 4 ആയിരിക്കും. അപ്പൊ ഒമേഗ 2 ഒമേഗ ആവുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ബിക്കംസ് ഇവിടെ സേ ദിസ് ഈസ് ഒമേഗ ഇസ് ഈക്വൽ ടു 2 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഒരു വാല്യൂ പൈ ബൈ 4 എന്നാണ് വരിക, റൈറ്റ്? ഈ ഒരു വാല്യൂ. ഇപ്പുറത്താണെങ്കിൽ ആ വാല്യൂ ഒമേഗ 2 ആണെങ്കിൽ ഇതിനകത്ത് ഒമേഗ ബൈ 2 ആണ് ഫ്രീക്വൻസി ഉള്ളൂ. അപ്പോൾ ഒമേഗ 1 ആണ്. സോ ദാറ്റ് ബിക്കംസ് പൈ ബൈ 2. അപ്പൊ മാക്സിമം വരുന്നത് പൈ ബൈ 2ലായിരിക്കും. ഓക്കെ, ഇത് പൈ ബൈ 4ൽ മാക്സിമം വന്നാൽ ഇത് പൈ ബൈ 2ലായിരിക്കും മാക്സിമം വരിക. അപ്പൊ ഇത് ഫ്രീക്വൻസി കുറഞ്ഞു. ഇനി ഫ്രീക്വൻസി ഇതിനേക്കാൾ കൂടിയ ഒരു ഗ്രാഫ് വരയ്ക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും വരിക? ഫ്രീക്വൻസി കൂടിയ ഒരു ഗ്രാഫ് വരയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും വരയ്ക്കുക. ആദ്യത്തേനേക്കാൾ ഫ്രീക്വൻസി കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇതിന് ഫ്രീക്വൻസി കൂടുതലാണ്. ദിസ് ഈസ് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ സൈൻ 2 ഒമേഗ ടി. സോ ഫ്രീക്വൻസി മാറുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാറ്റേണ്ടത് എന്താണ്? ഈ ഓസിലേഷന്റെ ടൈം പീരീഡ് ആണ് മാറ്റേണ്ടത്. ആദ്യത്തെ ഇത്ര എത്തിയപ്പോൾ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്തു. അടുത്തതിൽ ഇത്ര എത്തുമ്പോഴാണ് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്തത്. അടുത്ത ഇത്ര ചെറിയ ദൂരത്തിൽ ഒരു ഓസിലേഷൻ. ടൈം പീരീഡ് കുറഞ്ഞാൽ ഫ്രീക്വൻസി കൂടും. ടൈം പീരീഡ് കുറഞ്ഞാൽ ഫ്രീക്വൻസി കൂടും. ടൈം പീരീഡ് കൂടിയാൽ ഫ്രീക്വൻസി കുറയും. ഇതാണ് ഫ്രീക്വൻസിയുടെ മീനിങ്.
അടുത്ത ഞാൻ SHMs വിത്ത് ഡിഫറൻറ്റ് ഇനീഷ്യൽ ഫേസ് വരയ്ക്കാം. SHM വിത്ത് ഡിഫറൻറ്റ് ഇനീഷ്യൽ ഫേസ്. എന്താണ് ഇനീഷ്യൽ ഫേസ് മാറുക എന്ന് വെച്ചാൽ, മൂന്ന് ഗ്രാഫുകൾ പ്ലോട്ട് ചെയ്യാമെന്ന് വിചാരിക്കും. നേരത്തെ വരച്ച പോലെ തന്നെ മൂന്ന് ഡിഫറെന്റ് കേസ്. ഇവിടെ ഞാൻ ദിസ് ഈസ് ദ ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ. ആംപ്ലിറ്റ്യൂഡും സെയിം ആക്കി നിർത്തും, ഫ്രീക്വൻസി സെയിം ആക്കി നിർത്തും. ആകെ മാറ്റുന്നത് ഇനീഷ്യൽ ഫേസ് ആണ്. ഇപ്പൊ എങ്ങനെയാണ് മാറുക എന്ന് നോക്കാം. ആദ്യം ഞാൻ ഇനീഷ്യൽ ഫേസ് 0 ഉള്ള ഗ്രാഫ് വരയ്ക്കാം. ഇതാണ് ഇനീഷ്യൽ ഫേസ് 0. ഇനീഷ്യൽ ഫേസ് π/2 ഉള്ള ഒരു ഗ്രാഫ് വരയ്ക്കാം. ആംപ്ലിറ്റ്യൂഡിനൊന്നും മാറ്റമില്ല കേട്ടോ, മാക്സിമം മുകളിലേക്കും താഴേക്കും പോകുന്ന ദൂരമൊക്കെ സെയിം തന്നെയാണ്. അതുപോലെ ഒരു വേവിന്റെ നീളവും മാറ്റമൊന്നുമില്ല, ടൈം പീരീഡ് സെയിം ആണ് രണ്ട് വേവിനും. തുടങ്ങിയ പോയിന്റിലാണ് വ്യത്യാസം, അതാണ് ഇനീഷ്യൽ ഫേസ് എന്ന് പറഞ്ഞത്. തുടങ്ങിയ പോയിന്റിലാണ് വ്യത്യാസം. ഓക്കെ, ഇനി വേറെ ഒരെണ്ണം വരയ്ക്കാം. താഴത്തേക്കാണ് പോകണം ആദ്യം. ഇങ്ങനെയാണ്. അപ്പൊ ആദ്യത്തെ ഇനീഷ്യൽ ഫേസ് എത്രയാണ്? ദിസ് ഈസ് x is equal to a sin omega t plus 0. This is x is equal to a sin omega t plus π/2. This is x is equal to a sin omega t plus pi. So different initial phases ആണ്. എന്ത് മാറിയിട്ടില്ല? വേവിന്റെ ആ വിഡ്ത്ത് മാറിയിട്ടില്ല, വേവിന്റെ ഹൈറ്റ് മാറിയിട്ടില്ല, തുടക്കം മാറി. സോ മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഒരു ഓസിലേഷനിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക. സോ വി ക്യാൻ അഡ്ജസ്റ്റ് 3 തിങ്സ്. ഇതൊക്കെയാണ് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ. ഏതൊക്കെയാണ് ഒന്ന് പറഞ്ഞ്? ഒന്നര ആംപ്ലിറ്റ്യൂഡ്, രണ്ടര ഫ്രീക്വൻസി, മൂന്നര ഇനീഷ്യൽ ഫേസ്. ഇത് മൂന്നിന്റെ മീനിങ് എന്താണെന്ന് മനസ്സിലായോ? ക്ലിയർ ആയിട്ട്? ഹലോ, മനസ്സിലായോ? കണ്ടുപിടിക്കണമെന്നോട് പറയാം. ഞാൻ ഇത് ഒമേഗ എന്നിട്ട് പോകുന്നോണ്ടാണ് പ്രശ്നം. സപ്പോസ് ഒമേഗ 1 എന്ന് എടുത്തു കരുതുക കേട്ടോ. ഇവിടെ ഒമേഗ 1 ആണ്. ഒമേഗ 1 ആണെങ്കിൽ ഇത് ഇല്ല, ഈ മാക്സിമം ആവുന്ന സ്ഥലം എവിടെയായിരിക്കും? ടി ഈക്വൽ ടു എത്ര ആവുമ്പോഴാണ് ഇത് മാക്സിമം ആവുക? ഈ പോയിന്റ് എത്രയായിരിക്കും കുട്ടികളെ? π/2 ആണോ? ഈ പോയിന്റ് എത്രയായിരിക്കും? 2π. അതിന് സംശയമുണ്ടോ? 0യിൽ തുടങ്ങിയാൽ ഈ ഗ്രാഫ് പ്രകാരം a sin t, t 0 ആവുമ്പോൾ sin 0 0, t π/2 ആവുമ്പോൾ sin π/2 മാക്സിമം a. അതിന് സംശയമുണ്ടോ ഫാത്തിമ? ഇല്ല. ഇനി ഞാൻ അടുത്ത ഗ്രാഫ് വരയ്ക്കാൻ പോകുന്നത് sin t/2 ആണ്. sin t/2. അപ്പൊ എന്റെ ഒമേഗ എന്ന് പറയുന്നത് 1/2 ആണ്. കാരണം ജനറൽ എക്സ്പ്രഷൻ അറിയാലോ, ഒമേഗ ടി എന്നാണ്. ഇവിടെ ഒമേഗ 1 ആണെങ്കിൽ ഇത് ഒമേഗ 1/2 ആണ്. sin t/2 എന്ന് പറയുമ്പോൾ മാക്സിമം ആവുന്ന സമയം എത്രയായിരിക്കും? ഈ മാക്സിമം ആവുന്ന പോയിന്റ് എത്രയായിരിക്കും? π ആയിരിക്കും, റൈറ്റ്? ഇവിടെ π ആണ്. ഈ പോയിന്റ് എത്രയാണ്? π/2. ശരിയാണോ? ഈ ടൈം ആക്സിസിൽ π/2 എത്തുന്ന സമയത്ത് t π/2 ആകുമ്പോൾ sin π/4 ആയുള്ളൂ. sin π/4 1/√2 ആണ്. അപ്പൊ ഈ പോയിന്റിൽ എത്തിയിട്ടുള്ളൂ വേവ്. t ഈക്വൽ ടു π ആവുന്ന സമയത്ത് sin π/2 ആവുകയും ഇത് 1 ആവുകയും അപ്പൊ എയിൽ എത്തുകയും ചെയ്യും വേവ്. ശരിയാണോ? അപ്പൊ വേവ് ഇങ്ങനെയാണ് വരയ്ക്കുക. അപ്പൊ വേവ് ഇവിടുത്തെ വേവ് ഒരു കംപ്ലീറ്റ് ഇത് ചെയ്തത് എത്ര സമയമായപ്പോഴാണ്?
2π ആയപ്പോൾ. ഇവിടുത്തെ വേവ് ഒരു കംപ്ലീറ്റ് ചെയ്യുന്ന എപ്പോഴായിരിക്കും? 4π ആവുമ്പോൾ. ഇത് പൈ, ഇത് 2π. ഇവിടെ എത്തുമ്പോഴേക്കും എത്ര ആയിട്ടുണ്ടാവും? 4π. ശരിയാണോ? ഒരു വേവ് കംപ്ലീറ്റ് ആവുന്നത് 4π. അപ്പൊ ഇതിന്റെ ടൈം പീരീഡ് 4π, ഇതിന്റെ ടൈം പീരീഡ് 2π. അടുത്തത് sin 2t എന്നാണ് എഴുതുന്നതെങ്കിൽ t equal to π/4 ആവുമ്പോൾ തന്നെ എന്താവും? മാക്സിമം ആവും. ശരിയാണോ? π/2 ആവണ്ട. എത്ര ആയാൽ മതി? π/4 എത്തിയാൽ മതി. അപ്പൊ ഒരു വേവിന്റെ നീളം എത്ര ആയിരിക്കും? π ആയിരിക്കും. അപ്പൊ മനസ്സിലായോ? അപ്പോ ടൈം പീരീഡ് കുറഞ്ഞു വരും, അല്ലെ റിപ്പീറ്റ് ചെയ്യുന്ന യൂണിറ്റിലേക്കുള്ള നീളം കുറഞ്ഞു വരും ഈ ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച്. വേറെ ഏതെങ്കിലും സംശയമുണ്ടോ? ആംപ്ലിറ്റ്യൂഡ് എല്ലാം ക്ലിയർ തന്നെയാണ്, ഇനീഷ്യൽ ഫേസ് ക്ലിയർ ആണ്, ഫ്രീക്വൻസി എല്ലാം ഓക്കെ ആണ്. Now velocity and acceleration of SHM. Velocity and acceleration of SHM. എന്താണ് വെലോസിറ്റി? v is equal to dx by dt ആണ്. പൊസിഷന്റെ ടൈം ഡെറിവേറ്റീവ് ആണ്. സോ d by dt of x എന്താണ്? a sin omega t plus phi. ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ എന്താ വരിക? a കോൺസ്റ്റന്റ് ആണ്. സൈനിന്റെ ഡെറിവേറ്റീവ് എന്താണ്? cos omega t plus phi ഇൻറ്റു ഒരു ഒമേഗയും കൂടെ ചെയ്യണം. അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം. ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ അറിയില്ലേ? So it is a omega cos omega t plus phi. ഈ ഡെറിവേറ്റീവ് എടുത്തതിൽ സംശയം ഉണ്ടോ? ഡെറിവേറ്റീവ് എടുത്തത് സംശയം ഉണ്ടോ? ഹലോ? ഇല്ല. a omega cos omega t plus phi. ഇതിനെ എനിക്ക് ഇങ്ങനെ എഴുതാം. a omega sin omega t plus phi plus pi by 2. ഇങ്ങനെ എഴുതാം. ഓക്കെ? കാരണം സൈൻ പൈ ബൈ 2 പ്ലസ് തീറ്റ എന്താ? കോസ് തീറ്റ. അപ്പൊ ഞാൻ ഇതിന്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്പുറത്തെ പേജിൽ വരയ്ക്കുകയാണ്. അതിൽ ഒരു മാനിപ്പുലേഷൻ കൂടെ ചെയ്തിട്ട് അപ്പുറത്തേക്ക് പോവാം. v is equal to 1 എന്നുള്ളതിനെ എനിക്ക് ഇങ്ങനെ എഴുതാം. a omega root of 1 minus sin square omega t plus phi. ഇതിന് സംശയമുണ്ടോ? cos തീറ്റനെ എന്താ എഴുതാം? root 1 minus sin square theta. So v is equal to ഒമേഗ പുറത്ത് നിൽക്കട്ടെ, റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5. ഒമേഗ പുറത്ത് നിൽക്കട്ടെ, എനെ റൂട്ടിന്റെ ഉള്ളിലേക്ക് എടുക്കുക. എ റൂട്ടിന്റെ ഉള്ളിൽ പോയാൽ എ സ്ക്വയർ ആവും. എ റൂട്ടിന്റെ ഉള്ളിൽ കയറുമ്പോൾ എ സ്ക്വയർ ആവും. സോ ഒമേഗ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. കാരണം എന്താ? എക്സ് എന്താണോ? What is x? a sin omega t plus 5. അപ്പോൾ a സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5 എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ്. സോ വെലോസിറ്റി ഈസ്, എനിക്ക് 3 എക്സ്പ്രഷൻസ് എഴുതാം. v ഈസ് 1 a ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് 5, അല്ലെങ്കിൽ v ഈസ് ഈക്വൽ ടു a ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് 5 പ്ലസ് പൈ ബൈ 2, അല്ലെങ്കിൽ v is equal to a into square root of omega into square root of a square minus x square. ഓരോരോ കാര്യങ്ങൾക്കാണ് ഞാൻ ഇതിൽ ഓരോരോ ഇത് യൂസ് ചെയ്യുക. ഈ എക്സ്പ്രഷൻ എടുത്താൽ എനിക്ക് 2-3 കാര്യങ്ങൾ പറയാൻ പറ്റും. വെലോസിറ്റി ഈസ് മാക്സിമം എവിടെയാണോ?
when x is equal to 0. That is equilibrium position. കാരണം ആ ഇക്വേഷൻ നോക്കിയാൽ അറിയാം എക്സ് കൂടുന്നതിനനുസരിച്ച് ആ സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിലുള്ള വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം -x² എന്നാണ്. അപ്പൊ എക്സ് കൂടുന്നതിനനുസരിച്ച് ആ വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ഏറ്റവും മാക്സിമം വാല്യൂ ഉണ്ടാവും എക്സ് 0 ആകുമ്പോഴാണ്. ആ വാല്യൂ മാക്സിമം വാല്യൂ കാണാനുള്ള ഇക്വേഷൻ Vmax ഈസ് ω(a). വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിലെ പാർട്ടിക്കിളിന്റെ മാക്സിമം വെലോസിറ്റി എന്ന് പറയുന്നത് ω(a) ആണ്. ഓക്കെ, വെലോസിറ്റി എവിടെയാ മിനിമം ആവുക? എവിടെയാ മിനിമം ആവുക? XA ആവുമ്പോൾ. അതെവിടെയാ? എക്സ്ട്രീം പൊസിഷൻ, ഏറ്റവും എൻഡ് പൊസിഷൻസ്. +a ആവുന്നില്ല, -a ആയാലും കുഴപ്പമില്ല, +or-a ആണ്. സോ വി മിനിമം എത്രയാണ്? 0. വി മിനിമം 0 ആണ്. അപ്പോൾ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ മാക്സിമം വെലോസിറ്റി ω(a)യും മിനിമം വെലോസിറ്റി 0 ആണ്. മിനിമം വെലോസിറ്റി എക്സ്ട്രീം പൊസിഷനിലും മാക്സിമം വെലോസിറ്റി എവിടെയാണ്? ഇക്വിലിബ്രിയം പൊസിഷൻ. ഇനി ശ്രദ്ധിക്കുക, x ഈക്വൽ ടു a sin ω(t + ϕ)യും v ഈക്വൽ ടു a ω sin ω(t + ϕ/2 ആണ്. രണ്ട് ഗ്രാഫുകളും വരച്ചു കഴിഞ്ഞാൽ ഇത് ഒന്നാമത്തെ ഗ്രാഫ്, ഇത് രണ്ടാമത്തെ ഗ്രാഫ്. പൊസിഷനെ ഞാൻ റെഡ് കളറിൽ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഈ ഹൈറ്റ് എന്ന് പറയുന്നത് a ആണ്. ഫൈ എന്ന് പറയുന്നത് 0 ആണ്. ഇവിടെ ഞാൻ ഫൈ എന്ന് പറയുന്നത് 0 ആണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പുറത്ത് ഞാൻ ബ്ലാക്കിൽ വരയ്ക്കാൻ പോവാണ്. ഫൈ 0 ആണെങ്കിൽ t0 ആകുമ്പോൾ sin π/2 ആണ്, മാക്സിമം വരും. അതിന്റെ ആംപ്ലിറ്റ്യൂഡിന്റെ വാല്യൂം കുറച്ച് മാറും. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ വെലോസിറ്റിയുടെ ഗ്രാഫ് വരിക. വെലോസിറ്റിയുടെ മാക്സിമം വാല്യൂ എത്രയാണെന്നറിയോ? a ω ആണ്. t0 ആകുമ്പോൾ ഫൈ 0 ആയതുകൊണ്ട് t0 ആകുമ്പോൾ sin π/2 ഇത് മാക്സിമം ആവും. സോ ഐ ക്യാൻ റൈറ്റ് എ സ്റ്റേറ്റ്മെന്റ്, വെലോസിറ്റി ലീഡ്സ് ഡിസ്പ്ലേസ്മെന്റ് by an angle π/2. വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റിനേക്കാൾ ലീഡ് ചെയ്യുന്നു ബൈ ആൻ ആംഗിൾ π/2. ലീഡ് ചെയ്യുന്നു എന്ന് പറയാൻ കാരണം ഇവിടെ ഒരു +π/2 വന്നിട്ടുണ്ട് വെലോസിറ്റിയിൽ. ഈ ഫേസ് ഫാക്ടർ നോക്കിയാൽ ഇവിടെ sin ω(t + ϕ) ആണെങ്കിൽ ഇവിടെ sin ω(t + ϕ)യുടെ കൂടെ പ്ലസ് എന്തും കൂടെ വന്നിട്ടുണ്ട്, π/2 കൂടെ വന്നിട്ടുണ്ട്. സോ വെലോസിറ്റി ലീഡ്സ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ആൻ ആംഗിൾ π/2. ഓക്കെ, ക്ലിയർ? സോ ഇതാണ് വെലോസിറ്റിയുടെ. അപ്പൊ നിങ്ങൾ നോക്കുക, വെൻ x is 0, v എത്രയാണോ? x 0 ആകുന്ന പൊസിഷനൊക്കെ നോക്കുക, അവിടെയൊക്കെ വെലോസിറ്റി എത്രയാണ്? മാക്സിമം ആണ്, അല്ലേ? അത് ക്ലിയർ ആവണമെങ്കിൽ ഒന്നിന്റെ താഴെ ഒന്നായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ക്ലിയർ ആവും. ഞാൻ ഇവിടെ തന്നെ അത് വരയ്ക്കാൻ തോന്നുന്നു. ഇവിടെയാണ് ഞാനിത് വരച്ചിരുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ അത് ക്ലിയർ ആവും. പൊസിഷൻ എവിടെയൊക്കെ മാക്സിമം ആവുന്നോ അവിടെയൊക്കെ വെലോസിറ്റി 0 ആവും. വെലോസിറ്റി മാക്സിമം ആവുന്ന സ്ഥലത്ത് ഡിസ്പ്ലേസ്മെന്റ് 0 ആയിരിക്കും. നോക്കുക, ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക. പൊസിഷൻ മാക്സിമം ആണ്, അവിടെ വെലോസിറ്റി 0 ആണ്. പൊസിഷൻ 0 ആയി, അവിടെ വെലോസിറ്റി മാക്സിമം ആണ്. കണ്ടോ?
ക്ലിയർ ആണോ? എക്സ് മാക്സിമം ആവുന്ന സമയത്ത് വി എന്തായിരിക്കും? അതാണ് ഒരു ഔട്ട് ഓഫ് ഫേസ് അല്ലെ ഒരു π/2 ഫേസ്. ഔട്ട് ഓഫ് ഫേസ് എന്ന് പറയാൻ പറ്റില്ല, π/2 ഫേസ് ഡിഫറൻസ് ഉണ്ടെന്ന് പറയുന്നതിന്റെ അർത്ഥം. ക്ലിയർ ആണോ? വെലോസിറ്റി എന്താണെന്ന് മനസ്സിലായോ? ആക്സിലറേഷൻ ഓഫ് SH. എന്താണ് ആക്സിലറേഷൻ? നമുക്കിപ്പോൾ ഓൾറെഡി അറിയാവുന്ന എക്സ് എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ ആണെന്നും വി എ കോസ് എ ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ ആണെന്നുള്ളത്. എന്താണ് ആക്സിലറേഷൻ? വെലോസിറ്റിയുടെ ടൈം ഡെറിവേറ്റീവ് dv/dt. ഇതിനെ ഒന്നുകൂടെ ടൈം ഡെറിവേറ്റീവ് എടുത്താൽ മൈനസ് എ ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് വരും. ഇതാ കാരണം കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ആണ്. വീണ്ടും ഒരു ഒമേഗയും കൂടെ വരും, ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ. അപ്പോൾ ഒമേഗ സ്ക്വയർ ആവും. അപ്പോൾ ഇതിനെ എനിക്ക് ഇങ്ങനെ എഴുതാം, ദിസ് ഈസ് മൈനസ്, ഈ എയും കൂടെ മാറിപ്പോണ്ട, ഇത് ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ acceleration is minus a omega square sin omega t plus phi എന്ന് എഴുതാം. അല്ലെങ്കിൽ അതിന് വേറൊരു എക്സ്പ്രഷൻ എഴുതാൻ പറ്റുന്നത് ഈ a sin omega t plus phi x ആണ്. സോ മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് എന്ന് എഴുതാം. ഓക്കെ, ഇതിൽ നിന്ന് ആക്സിലറേഷൻ എപ്പോഴാണ് മാക്സിമം ആവുക? മാക്സിമം ആവുന്ന എപ്പോഴാണ്? മാക്സിമം when x is a, that is extremum position. Extreme position. Maximum acceleration equation എന്താ? a max is minus omega square a. ഇതാണ് മാക്സിമം ആക്സിലറേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. അതെവിടെയാണ് സംഭവിക്കുക? എക്സ് എ ആവുമ്പോൾ. ആക്സിലറേഷൻ മിനിമം ആവുന്ന എപ്പോഴായിരിക്കും? Acceleration is minimum when x is equal to 0. അതെവിടെയാണ്? ഇക്വിലിബ്രിയം പൊസിഷൻ. ഇക്വിലിബ്രിയം പൊസിഷൻ. എത്രയാണ് മിനിമം ആക്സിലറേഷൻ? എ മിനിമം എത്രയാണ്? മിനിമം ആക്സിലറേഷൻ വരുന്നത് ഇക്വിലിബ്രിയം പൊസിഷനിലും മാക്സിമം വരുന്നത് എക്സ്ട്രീം പൊസിഷൻ. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതിനകത്തൊരു നമ്മൾ സാധാരണ കാണുന്ന അല്ലാത്തൊരു കാര്യം ഇതിൽ സംഭവിക്കുന്നുണ്ട്. വെലോസിറ്റി 0 ആകുമ്പോൾ ആക്സിലറേഷൻ മാക്സിമം, വെലോസിറ്റി മാക്സിമം ആകുമ്പോൾ ആക്സിലറേഷൻ 0. അത് എന്തുകൊണ്ടാണ്? ഒരു പെൻഡുലം മൂവ് ചെയ്യുന്നു, ബോബ് മൂവ് ചെയ്യുന്നു. ഇതാണ് മാക്സിമം പൊസിഷൻ എന്ന് വിചാരിക്കുക. എക്സ്ട്രീം പൊസിഷൻ ഇവിടെ എത്തും. ഈ പോയിന്റിൽ വെലോസിറ്റി 0 ആണ്, പക്ഷെ ആക്സിലറേഷൻ മാക്സിമം ആണെന്നാണ് പറയുന്നത്. എന്താ കാരണം? ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ്. ചേഞ്ച് ഇൻ വി ബൈ ടൈം ആണ്, അല്ലാതെ വെലോസിറ്റി ബൈ ടൈം അല്ല. വെലോസിറ്റി ബൈ ടൈം ആയിരുന്നെങ്കിൽ വെലോസിറ്റി 0 ഉള്ളിടത്തൊക്കെ ആക്സിലറേഷൻ 0 ആവണ്ടേ. ഇവിടെ ഈ ഒരു സ്ഥലത്തിന്റെ തൊട്ടു മുന്നേ ബോബ് മൂവ് ചെയ്തിരുന്നത് ഇങ്ങോട്ടാണ്. ബോബ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നിട്ട് ഇവിടെ എത്തി. അപ്പൊ തൊട്ടു മുന്നേ ബോബിന്റെ വെലോസിറ്റി ഇങ്ങോട്ടും, അതിനുശേഷം ബോബിന്റെ വെലോസിറ്റി ഇങ്ങോട്ടുമാണ്. അപ്പൊ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ടൈമിന്റെ മുന്നും പിന്നും ഉള്ള വെലോസിറ്റിയുടെ ചേഞ്ച് ആണ് എടുക്കുന്നത്. സോ ഒരെണ്ണം വി ആണെങ്കിൽ അടുത്തത് മൈനസ് വി എന്നാവില്ല, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയി. ബൈ ടൈം ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് വരും, ക്യാൻസൽ ആയി പോവില്ല. സോ ആക്സിലറേഷൻ മാക്സിമം കിട്ടും. എന്നാൽ ഇക്വിലിബ്രിയം പൊസിഷനത്തെ ഒരു കേസ് എടുത്താൽ, ഇക്വിലിബ്രിയം പൊസിഷൻ ക്രോസ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ വെലോസിറ്റി ഇങ്ങോട്ടായിരുന്നു. അത് കഴിഞ്ഞ് വെലോസിറ്റി ഇവിടെ ഒരു 8 ആണെങ്കിൽ ഇവിടെ എത്തുമ്പോഴേക്കും 10 ആയി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെലോസിറ്റി കുറയാൻ തുടങ്ങും. അതിനുശേഷം ഡയറക്ഷൻ സെയിം ആണ്. സോ ഈ പോയിന്റിന് തൊട്ട് മുന്നേയും തൊട്ട് ശേഷവും ഉള്ള വെലോസിറ്റി നോക്കിയാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി എടുക്കുമ്പോൾ വി മൈനസ് വി, രണ്ടും ഒരേ മാഗ്നിറ്റ്യൂഡ് ഒരേ ഡയറക്ഷൻ, ബൈ ടി എടുത്താൽ 0. ഇക്വിലിബ്രിയം പൊസിഷൻ ക്രോസ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേയും തൊട്ട് ശേഷവും വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഡയറക്ഷനും സെയിം ആണ്. ചേഞ്ച് എടുത്താൽ 0. അതേസമയം എക്സ്ട്രീം പൊസിഷനിൽ
തൊട്ട് മുന്നേ വെലോസിറ്റി ഡയറക്ഷൻ അങ്ങോട്ട് ഒരു ഡയറക്ഷൻ ആണെങ്കിൽ ശേഷം വെലോസിറ്റി ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. അതുകൊണ്ട് ചേഞ്ച് എടുക്കുമ്പോൾ രണ്ട് നെഗറ്റീവ് സൈൻ വരും, അത് പോസിറ്റീവ് ആയിട്ട് മാറും. ക്ലിയർ ആണോ? അപ്പൊ എക്സ്ട്രീം പൊസിഷനിൽ ആക്സിലറേഷൻ മാക്സിമവും ഇക്വിലിബ്രിയം പൊസിഷനിൽ ആക്സിലറേഷൻ സീറോയുമാണ്. ഇനി ഞാൻ ആക്സിലറേഷൻ എനിക്ക് ഇങ്ങനെയാണ് എക്സ്പ്രഷൻ -a ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി പ്ലസ് പൈ. ഇതിനെ എനിക്ക് എന്ത് ചെയ്യാമെന്നറിയോ? a ഒമേഗ സ്ക്വയർ സൈൻ ഓഫ് ബ്രാക്കറ്റിൽ ഒമേഗ ടി പ്ലസ് പൈ പ്ലസ് പൈ എന്ന് എഴുതാം. എന്താ കാരണം? സൈൻ പൈ പ്ലസ് തീറ്റ എത്ര ഇടും? മൈനസ് സൈൻ തീറ്റ. സൈൻ പൈ പ്ലസ് തീറ്റ എത്രയാണ്? സൈൻ പൈ പ്ലസ് തീറ്റ എത്രയാണ്? മൈനസ് സൈൻ തീറ്റ. അപ്പൊ ഈ മൈനസ് സൈനിനെ ഞാൻ ഇങ്ങനെ ചേർത്തെഴുതി. എന്തിനാണെന്നറിയാമോ? എനിക്ക് എന്റെ എക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫേസ് നോക്കാനാണ്. എക്സിന്റെ ഫേസ് എന്താണ്? ഒമേഗ ടി പ്ലസ് പൈ വരെ ഉള്ളൂ. ഇവിടെ ഒരു പ്ലസ് പൈയും കൂടെ വന്നു. ദാറ്റ് മീൻസ് ആക്സിലറേഷൻ ലീഡ്സ് ഡിസ്പ്ലേസ്മെന്റ് ബൈ an angle പൈ. പൈ ആംഗിളിന് ലീഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ കൂടെ വെലോസിറ്റിയും കൂടെ നിങ്ങൾ എഴുതുകയാണെങ്കിലോ, വെലോസിറ്റി എന്തായിരുന്നു? a ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് പൈ പ്ലസ് പൈ ബൈ 2. അപ്പൊ പൊസിഷനും വെലോസിറ്റിയും നോക്കിയാൽ ഒരു പൈ ബൈ 2ന്റെ വ്യത്യാസം, വെലോസിറ്റിയും ആക്സിലറേഷനും നോക്കിയാൽ വീണ്ടും ഒരു പൈ ബൈ 2ന്റെ വ്യത്യാസം. കാരണം ഈ പൈ ബൈ 2ൽ നിന്ന് പൈ ആവുക എന്ന് പറഞ്ഞാൽ ഒരു പൈ ബൈ 2ന്റെ വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, സോ എക്സ് ഞാൻ പറയുന്നത്, ഞാൻ ചോദിക്കുന്ന ആള് ഫില്ല് ചെയ്യണം കേട്ടോ. വെലോസിറ്റി ലീഡ്സ് ഡിസ്പ്ലേസ്മെന്റ് ബൈ എത്ര ആംഗിൾ ആണെന്നാ പറയേണ്ടത്? ആക്സിലറേഷൻ ലീഡ്സ് വെലോസിറ്റി ബൈ ആക്സിലറേഷൻ ലീഡ്സ് ഡിസ്പ്ലേസ്മെന്റ് ബൈ. ഞാൻ ചോദിക്കാൻ നിൽക്കണമെന്നില്ല, ആദ്യത്തെ തന്നെ ആൻസർ എത്രയാണ്? വെലോസിറ്റി ലീഡ്സ് ഡിസ്പ്ലേസ്മെന്റ് ബൈ എത്ര ആംഗിളാ? വെലോസിറ്റി ലീഡ്സ് ഡിസ്പ്ലേസ്മെന്റ് ബൈ എത്ര ആംഗിളാ? പൈ ബൈ 2. ആക്സിലറേഷൻ ലീഡ്സ് വെലോസിറ്റി ബൈ ആക്സിലറേഷൻ ലീഡ്സ് ഡിസ്പ്ലേസ്മെന്റ് ബൈ. ക്ലിയർ ആണല്ലോ അല്ലേ എല്ലാം? ആണോ? ഇനി ഞാൻ ഒറ്റ ഗ്രാഫിൽ ഇത് മൂന്നും കൂടെ വരയ്ക്കാവേ. ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, വെലോസിറ്റി ആക്സിലറേഷൻ ഓക്കെ. ആദ്യത്തെ റെഡിലുള്ള എന്താണ്? എക്സ് ഓഫ് ടി. ബ്ലാക്കിലുള്ള എന്താണ്? വി ഓഫ് ടി. ഗ്രീനിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് എന്താണ്? എ ഓഫ് ടി. ഇസ് ഇറ്റ് ക്ലിയർ? ഹലോ, ക്ലിയർ ആണോ? പൊസിഷൻ മാക്സിമം ആകുമ്പോൾ വെലോസിറ്റി സീറോ ആവും, ആക്സിലറേഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മാക്സിമം ആവും. പൊസിഷൻ സീറോ ആകുമ്പോൾ വെലോസിറ്റി മാക്സിമം ആവും, ആക്സിലറേഷൻ സീറോ ആവും. പൊസിഷൻ സീറോ ആവുന്നിടത്തൊക്കെ ആക്സിലറേഷൻ സീറോ ആയിരിക്കും. പൊസിഷൻ പ്ലസ് മാക്സിമം ആവുന്നിടത്ത് ആക്സിലറേഷൻ മൈനസ് മാക്സിമം ആയിരിക്കും. ഒരു പൈയുടെ ഫേസ് ചെയ്യുന്നത്.
Okay, so